ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഗോതമ്പ് പൊടി മാത്രമേ വേണ്ടുള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ല മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പറയുന്നതെല്ലാം അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. സാധാ ഏത് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. 1-2 സ്പൂൺ മല്ലിയില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ക്യാരറ്റ് അതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഒന്നും ഇഷ്ടാവാറില്ല. അതിൻ്റെ മെയിൻ കാരണം തന്നെ അതിങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വളവളാന്ന് ഇരിക്കണോണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ ആർക്ക് കൊടുത്താലും വേണ്ടാന്ന് പറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം, എന്നാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. ഏകദേശം 2.5 കപ്പ് തന്നെ നമുക്ക് വേണ്ടി വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. വെള്ളം പോലെ വേണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതേപോലെ നല്ല വെള്ളം പോലെ ഇരിക്കണം ഈ മാവ്. അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒന്നും ചെയ്യണ്ട. നല്ല പോലെ നമുക്കിനി ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടില്ല. ഇരുമ്പിൻ്റെ കല്ലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നല്ല ചൂടുള്ളപ്പോൾ ഫ്ലെയിം നല്ല കൂട്ടി വെച്ചിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിക്കുമ്പോൾ ആദ്യം സൈഡിൽ നിന്ന് ഒഴിക്കുക, അതിനുശേഷം മാത്രം നടുക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒന്ന് സൈഡൊക്കെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ മൊരിഞ്ഞ് വരും കേട്ടോ. നല്ല എന്താ പറയുക, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലേ ഈ സൈഡും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മൊരിയണം, എത്രത്തോളം കളർ വേണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നല്ലപോലെ ആ സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഈ സൈഡും കൂടി നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതെടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് ഒരു കറീൻ്റെ ആവശ്യമില്ല, ചുമ്മാ കഴിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് ഈ ദോശ 2 സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൊരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതിങ്ങനെ മടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വെറൈറ്റി ഗോതമ്പ് ദോശേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എല്ലാം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒട്ടും തന്നെ ഓയിൽ കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ദോശൻ്റെ മേലെയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യണം, അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് ഇരിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി അടുത്തതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കണ്ടോ, കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ മൊരിഞ്ഞത് കൊണ്ട് നല്ല പോലെ അതിങ്ങനെ പൊടിഞ്ഞ് വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി അടുത്ത ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ അടുത്ത ദോശ ചുടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ദോശ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൈഡിൽ ആദ്യം ഒഴിക്കുക, എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക. മാവ് ഒരുപാടൊന്നും വേണ്ട, കുറച്ചേ വേണ്ടുള്ളൂ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ദോശയാണ്. ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവർ പോലും വയറ് നിറച്ച് കഴിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.